പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച വചനങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു ഇല്ലേ? അതൊക്കെ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടി നമുക്കായിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു പുതിയ വചനം പഠിക്കുകയാണ്. അത് മക്കബായരുടെ 2-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 39-ാമത്തെ വചനമാണ്. 2 Maccabees chapter 3 verse 39. ഈ വചനം വളരെ പ്രത്യാശ തരുന്ന, നമുക്ക് ശക്തി തരുന്നൊരു വചനമാണ്. നാം ദൈവമകനാണ്, സ്വർഗത്തിൻ്റെ സ്വന്തമാണ് എന്ന് ഉറപ്പിക്കാൻ, നമ്മെ ബോധ്യപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു വചനം. വചനം ഇതാണ്: സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും. അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. For he who has his dwelling in heaven watches over that place himself, and he strikes and destroys those who come to do it injury. For he who has dwelling, that is God himself, he is the one who watches over that place himself. But ദൈവമാണ് അവിടം കാക്കുന്നത്. സ്വർഗത്തിൻ്റെ ദൈവം, സ്വർഗസ്ഥനായ ദൈവമാണ് എന്നെയും നിങ്ങളെയും കാക്കുന്നത്. ഈ ബോധ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാവണം. നമ്മുടെ തലയിൽ കൈവച്ചുകൊണ്ട് നമുക്കിത് പറയാൻ സാധിക്കട്ടെ: സ്വർഗസ്ഥനായ ദൈവമാണ് എന്നെ കാക്കുന്നതും എനിക്ക് സഹായമെത്തിക്കുന്നതും. ഇത് ഇങ്ങനെ നാം നമ്മുടെ ശിരസിൽ കരം വെച്ചുകൊണ്ട് നാം തന്നെ ബോധ്യപ്പെടുത്തി പറയണം: സ്വർഗസ്ഥനായ ദൈവമാണ് എന്നെ കാക്കുന്നതും എനിക്ക് സഹായമെത്തിക്കുന്നതും. എന്നെ ഉപദ്രവിക്കുന്ന എല്ലാ ശക്തികളെയും എന്ന് പറഞ്ഞാൽ പൈശാചികമായ എല്ലാ ശക്തികളെയും, എന്നെ ഉപദ്രവിക്കാൻ, എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന എല്ലാ ശക്തികളെയും തച്ചുടയ്ക്കാൻ കഴിയുന്ന വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു വചനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ശിരസിൽ കരം വെച്ചുകൊണ്ടൊന്ന് പറഞ്ഞേ: സ്വർഗസ്ഥനായ ദൈവമാണ് എന്നെ കാക്കുന്നതും എനിക്ക് സഹായമെത്തിക്കുന്നതും. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കും. ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. എന്നെ ഉപദ്രവിക്കാൻ തുനിയുന്ന ഒരു ശക്തികൾക്കും എന്നെ തൊടുവാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ അറിയണം. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നാം ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും. അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും, അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തോട് ചേർന്നിരിക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തമായി മാറാൻ. ആമേൻ.